കായംകുളത്ത് കെപിസിസി വൈസ് പ്രസിഡന്റ് എം ലിജു യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ലിജു സീറ്റ് ഉറപ്പായതിനാൽ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. കായംകുളത്ത് കെപിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ലിജു സീറ്റ് ഉറപ്പായതിനാൽ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. 2016 ലിജു കായംകുളം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കായംകുളം നഗരസഭാ പരിധിയിൽ ലിജു റോഡ് ഷോ നടത്തി. ഈ നാട് നൽകിയ അഭിവാദ്യങ്ങൾക്ക് പ്രത്യുപാദ്യമർപ്പിച്ചുകൊണ്ട് കായംകുളം കാത്തിരുന്ന ജനനായകൻ അഡ്വക്കേറ്റ് ലിജു കടന്നു വരുന്നു. നിങ്ങൾ കാത്തിരുന്ന പ്രിയപ്പെട്ടവർ പെണ്ണാങ്ങള് ഈ നാടിന്റെ പ്രിയ കൂട്ടുകാരൻ കടന്നു വരുന്നു. ലിജു ഇത്തവണ ഈ നാടിന്റെ പേര് ലിജുവാകണം, തന്നെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളെ നേരിൽ കണ്ടപ്പോൾ ലിജു കടന്നു വരുന്നു. അഡ്വക്കേറ്റ് ലിജു കടന്നു വരുന്നു. ജനനായകൻ കടന്നു വരുന്നു. അഡ്വക്കേറ്റ് ലിജു ഈ വാഹനത്തിൽ വിട്ടുപിന്നാലും കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ലിങ്ക് റോഡ്, പാർക്ക് ജംഗ്ഷൻ, മേടമുക്ക്, എരുവ എന്നിവിടങ്ങളിൽ റോഡ് ഷോ എത്തി. തുടർന്ന് കുറ്റിത്തെരുവ് ഭാഗത്തേക്ക് റോഡ് ഷോ കടന്നു. നേതാക്കളായ ഇ സമീർ, കറ്റാനം ഷാജി, എ ഇർഷാദ്, എ എം കബീർ, എൻ രവി, കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബല്ലാരി, അഡ്വക്കേറ്റ് യു മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈൻലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.